Guys, welcome back to my channel Rusan Video. അപ്പം ഇന്നൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങൾ മുന്നിൽ വന്നത്. അതായത് ഇത് പ്രാങ്കോ കാര്യങ്ങളോ ഒന്നല്ല, എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ അതുമായി സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറ്റിച്ച അതായത് എൻ്റെ കസിൻ, എൻ്റെ ഫ്രണ്ടിൻ്റെ താത്ത, ആ താത്ത എനിക്കൊരു സർപ്രൈസ് തരാന്ന് പറഞ്ഞു. കാരണം അവർ പഠിച്ച് അങ്ങനെ വീഡിയോ ഇട്ടുണ്ട്. അപ്പോൾ ആ താത്ത എനിക്ക് തന്ന ഒരു ഡിഷാണ്. അതായത് അവർ തന്നെ എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. അപ്പം ആ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് തരുന്നത്. അതായത് അടിപൊളി ഒരു എമ്മി ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ്. ഈ ഞാൻ കഴിച്ചു നോക്കി, ഞാൻ പോയിട്ട് ഞാൻ കഴിച്ചു നോക്കി, അടിപൊളി സെറ്റ് സാധനം കഴിച്ചു. വേണം ട്രൈ ചെയ്തൊക്കെ, എല്ലാം ട്രൈ ചെയ്തൊക്കെ. പക്ഷെ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് നിർബന്ധമായിട്ട് അറിയിക്കണം. കാരണം അവർ ഡിഗ്രി പഠിക്കുന്ന താത്താണ്. അതായത് അവരാണ് വീട്ടിൽ മെയിനായിട്ട് പലതരം കുക്കീസ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ആഗ്രഹിച്ചാൽ പല മോഡൽ കുക്കീസ് അത് അതിൻ്റെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിച്ചാൽ എന്ത് ചെയ്യും, കമൻറ്റ് ചെയ്താൽ അവരെന്ത് ചെയ്യും, നിങ്ങൾക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം അങ്ങനെ ചെയ്യുന്നില്ലേ. ഇപ്പം ഇതിൻ്റെ പേര് എനിക്ക് എന്താ അറിയില്ല കാര്യം ചെയ്താൽ നിങ്ങൾ ഇവിടെ കാണും എന്താണ് ഈ ഇതിൻ്റെ പേര്, ഈ ഫുഡിൻ്റെ പേര് എന്തോ ഒരു അഗ്രഹം ഉണ്ടാക്കിയത് ഒരു കപ്സാന്ന് പറഞ്ഞു. എന്താ പേരാണ്, വിൻസിൻ്റെ അങ്ങനെ എന്തോന്നാണ്. അപ്പം ഏതായാലും പേര് കണ്ടല്ലോ, അതാണ് സാധനം. ഏതായാലും ട്രൈ ചെയ്ത് നോക്കി, ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് അറിയിക്കണം. നിർബന്ധമായിട്ട് കമൻറ്റിൽ അറിയിക്കുക ട്രൈ ചെയ്തിട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ഏതായാലും ഞാൻ ആദ്യം പറയാം, ഇതിനൊരു ക്ലാരിറ്റി കുറവുണ്ടാവും. കാരണം അവർ എഡിറ്റ് ചെയ്ത് എനിക്ക് അയച്ച വീഡിയോ രണ്ടാമത് ഞാൻ എന്ത് ചെയ്തിന്, എൻ്റെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ എഡിറ്റ് 3 വട്ടം എഡിറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി പറ്റ ലോ ആയിപ്പോയി. ഏതായാലും അതിന് ക്ഷമയം ചോദിക്കുകയാണ്. അപ്പോൾ ഏതായാലും ആ ക്ലാരിറ്റി മെയിൻ ചെയ്യേണ്ട. ഏതായാലും സാധാരണ പറഞ്ഞാൽ മനസ്സിലാവില്ല, പിന്നെ ഹെഡ്ഫോൺ വെച്ച് യൂസ് ചെയ്യുക. കാരണം ആ ഒരു 3 പ്രാവശ്യം എഡിറ്റ് ചെയ്താണല്ലോ. അപ്പം ഒരു ചെറിയ ക്ലാരിറ്റി കുറഞ്ഞു പോയിക്കണം. അപ്പം അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ല, അപ്പം ചെറിയ ക്ലാരിറ്റി കുറഞ്ഞു പോയിക്കണം. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ മാപ്പ് ചോദിക്കണേ. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഹലോ ഗൈസ്, അസ്സാം വലൈക്കും, വെൽക്കം ടു റുസാ മീഡിയ. ഇന്ന് നമ്മളൊരു വെറൈറ്റി ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത്, എഗ് വെർമിസെല്ലി കപ്സ. അതിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ആദ്യം ഞാൻ ഇവിടെ എത്തിക്കുന്നത്. അതിന് മുൻപേ നമ്മൾ ഉണ്ടാക്കുന്ന പോട്ടിൽ ഒലിവ് ഓയിൽ വെച്ചിട്ട് അതിൽ ഇഞ്ചും വെളുപ്പിലും വഴറ്റിയതിന് ശേഷം പച്ചമുളക്, തക്കാളി, സവോള ഇതൊക്കെ ഇട്ട് നന്നായി നമ്മൾ വഴറ്റിയെടുക്കണം. അത് വാടിയതിന് ശേഷം നമ്മൾ ക്യാരറ്റ് അരിഞ്ഞു വെച്ചത്, അതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചത്, ദെൻ നമ്മൾ കറിവേപ്പില, പിന്നെ നമ്മൾ മാഗി കട്ടല്ല അത് കൈകൊണ്ട് പൊടിച്ചിട്ടത്, എന്നിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ട് നമ്മുടെ ഗ്രീൻ പീസ് കുക്കറിൽ വേവിച്ച് വെച്ചത്, എന്നിട്ട് നന്നായിട്ട് വെക്കാം. എന്നിട്ട് അതിൽ നമ്മൾ വേണമെങ്കിൽ മാത്രം കസൂരി മേത്തിയുള്ളവർ അതിട്ടാൽ മതി, അതിൻ്റെ ആവശ്യമില്ല, അത് വെറുതെ ഒരു ഷോക്കാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് വാടി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ പച്ചവെള്ളം, പിന്നെ നമ്മുടെ കപ്സപ്പൊടി, പിന്നെ നമ്മുടെ കുരുമുളക്, സ്പൈസി നല്ല പുകയൊക്കെ വരുന്നുണ്ട്, നല്ല സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ടേ. എന്നിട്ട് വീണ്ടും നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ദെൻ നമ്മൾ വറുത്ത് വെച്ച വെർമിസെല്ലി അതിലേക്ക് ചേർക്കുക. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം പോരായ്മയുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കറാമ്പട്ട, 2 ഏലക്കായൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊന്നും ആവശ്യമില്ല, എന്നാലും വെറുതെ ജസ്റ്റ് ഒരു രുചിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ നൈപുണ്യം എന്നൊക്കെ പറയാം. അതിന് ഉപ്പുണ്ടോ നോക്കാം, ഉപ്പ് കുറവുന്നുണ്ട്, വീണ്ടും ഉപ്പിടാം. ഉപ്പ് കുറവുള്ളതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട്. നല്ല പുകയൊക്കെ വരുന്നുണ്ട്, നല്ല സ്മെല്ലുണ്ട്, അടിപൊളിയായിരിക്കും തോന്നുന്നു. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ, അടി പിടിക്കാതെ നോക്കണേ. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ബിരിയാണി പോട്ടിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോരുത്തർക്ക് അതിൻ്റെതായ നാക്കുള്ള ഇത് ഏകദേശം ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ ഇതൊന്നും കൂടെ ഒരു 10 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിലേക്ക് ഞാൻ വീണ്ടും കസൂരി മേത്തി ഇട്ടിട്ടുണ്ട്, അതിൽ ആവശ്യമില്ല ഞാൻ പറഞ്ഞ പോലെ. പിന്നെ മല്ലിച്ചപ്പിട്ടതിന് ശേഷം ഞാനിവിടെ എഗ്ഗാണ് പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണേൽ ചിക്കൻ ആക്കാം, ബീഫ് വേണേൽ ബീഫാക്കാം, എന്ത് വേണമെങ്കിലും നിങ്ങളിഷ്ടമാണ്. എനിക്ക് ആകെ പറയാനുള്ളത്, നിങ്ങളിതെന്തായാലും ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് പറയും വേണം.
ദെൻ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് കാണാൻ കുറച്ച് ഹെവി ആണെങ്കിലും സംഭവം സിമ്പിളാണ് കേട്ടോ, ഞാൻ കാര്യമായിട്ട് പറയാണ്. മാത്രമല്ല ഇത് നമ്മൾ ഇവിടെ കുട്ടികളാണ് ഉണ്ടാക്കിയത്, എന്നിട്ട് പോലും ഇത്രയും എന്താ പറയുക വളരെ മനോഹരമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം സെർവ് ചെയ്തതാണ് നന്നാവുക. ഇതിന് കൂട്ടാനായിട്ട് ഞാൻ ഇവിടെ മയോണൈസും ഗ്രീൻ ചില്ലി സോസുമാണ് യൂസ് ചെയ്തത്. അത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. സോ താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടോ? വീഡിയോ അടിപൊളിയാണ്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അടിപൊളി വീഡിയോ ആണ്. അതായത് നല്ലപോലെ അവർ പറഞ്ഞ് നല്ലപോലെ സെറ്റാക്കി തന്ന എനിക്ക് അയച്ചു തന്ന വീഡിയോ ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ അവർ ഉണ്ടാക്കിയ ഡിഷും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട്. അതായത് ഡിഷ് നിങ്ങൾ എന്തെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് എങ്ങനെ എന്തെങ്കിലും അഭിപ്രായം പെട്ടെന്ന് തന്നെ എൻ്റെ കമൻറ്റിൽ അറിയിക്കും വേണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പോൾ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാം. അപ്പം രവിതാത്തൻ്റെ അടുത്ത ഒരു കുക്കിംഗ് വീഡിയോയോ അല്ലെങ്കിൽ പ്രാങ്കോ അങ്ങനെ പല വീഡിയോ ചെയ്യാം. അത് അപ്പോൾ കമൻറ്റ് അറിയിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.